ചെറിയ ബജറ്റ് സിനിമകളെ കൂടി കൈപിടിച്ചുയർത്താൻ നിർണായകമായ നീക്കമാണ് ഫിലിം ചേംബർ നടത്തുന്നത്. ചെറിയ ബജറ്റ് സിനിമകൾക്കും തിയേറ്ററുകളിൽ പ്രൈം ടൈം ഷോ നൽകാനാണ് നിലവിലെ തീരുമാനം. വീക്കെൻഡുകളിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഷോ നൽകാനാണ് തീരുമാനം. നിർമ്മാതാക്കളും അതേപോലെ തിയേറ്റർ ഉടമകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സൈഫിനിസ അലിയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സൈഫിനിസ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഫിലിം ചേംബർ ഒരു നിർണായക നീക്കത്തിലേക്ക് നടക്കുകയാണ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഫിലിം ചേംബർ അധികാരത്തിലെത്തി ആദ്യമായി എടുക്കുന്ന തീരുമാനം എന്നുകൂടി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ വർഷം, അതായത് ഇതിപ്പോൾ സെപ്റ്റംബർ ആയിരിക്കുന്നു, ഓഗസ്റ്റ് അവസാനം വരെ ഇറങ്ങിയ സിനിമകളിൽ 10-ൽ താഴെ ചിത്രങ്ങൾ മാത്രമാണ് വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയമായിട്ടുള്ളൂ. ബാക്കി എല്ലാ സിനിമകളും പരാജയമായിരുന്നു. ഏകദേശം 70ഓളം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ചെറിയ സിനിമകൾക്ക് കൂടി പ്രൈം ടൈം ഷോ നൽകാൻ ഫിലിം ചേംബർ തീരുമാനിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു സിനിമ, ചെറിയൊരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് നൂൺ ഷോയോ അതല്ലെങ്കിൽ വൈകിട്ട് 4 മണിയുടെ ഷോയോ അങ്ങനെയൊക്കെ കൊടുത്താണ് ആ സിനിമ നിലനിർത്തി പോകുന്നത് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ. പക്ഷേ പിന്നീട് മറ്റ് സിനിമകൾ വരുമ്പോൾ വൈകിട്ടത്തെ ഷോയിൽ നിന്ന് ഈ സിനിമകളെല്ലാം പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടും. കൂടുതലും ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത് 6 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം ഈ സിനിമകൾക്ക് വീക്കെൻഡുകളിൽ, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒരു ഷോയെങ്കിലും വീക്കെൻഡിൽ ഉറപ്പാക്കുകയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ചെയ്യുന്നത്. ഇതിന്റെ അന്തിമ തീരുമാനം ഇനിയും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കുമായെല്ലാം തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ചെറിയ സിനിമകൾക്ക് വേണ്ടി അനുകൂലമായ ഒരു തീരുമാനം ഫിലിം ചേംബറിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ചില സിനിമകൾ നമുക്കറിയാം തിയേറ്ററുകളിൽ പരാജയമായി പോകുന്നു, പിന്നീട് OTTയിൽ വലിയ ഹിറ്റായി മാറുന്നുണ്ട്. അതായത് ചില സിനിമകൾ ഈ ആദ്യഘട്ടത്തിൽ എത്തിയ ശേഷം പിന്നീട് ആളുകൾ കാണാനുള്ള സാഹചര്യമില്ലാത്ത രീതിയിൽ ആ സിനിമകളുടെ ഷോ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്കും പ്രേക്ഷകരിലേക്കും ഒന്നും എത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഫിലിം ചേംബർ വൈകിട്ടുള്ള, അതായത് കൂടുതൽ ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് കൂടുതൽ ഷോകൾ നൽകാൻ, അതായത് പ്രത്യേകിച്ചും വീക്കെൻഡിൽ കുടുംബ പ്രേക്ഷകർ അധികമായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന വീക്കെൻഡിൽ അങ്ങനെ ഒരു ഷോ നൽകാൻ തീരുമാനിക്കുന്നത്. എന്തായാലും നിർണായകമായൊരു നീക്കമാണ് ഫിലിം ചേംബർ നടത്തുന്നത്. ഇത് കൂടാതെ തന്നെ തിയേറ്റർ ഉടമകളും ഒപ്പം തന്നെ നിർമ്മാതാക്കളും ഒക്കെ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുൻപിൽ നേരത്തെയും വെച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ ഓണത്തിന് ശേഷം മന്ത്രി സജി ചെറിയാന് ഈ ചർച്ചകൾക്ക് ഒരു തീയതി അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫിലിം ചേംബർ ഒരു കത്ത് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ സൈഫിനിസ, ശരി. അപ്പോൾ സൈഫിനിസ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞതുപോലെ വലിയൊരു നീക്കമാണ്. മാത്രമല്ല ഈ പലപ്പോഴും ചെറിയ ചെറിയ സിനിമകൾ വരുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ വിചാരിക്കുന്ന രീതിയിലൊന്നും ഈ പ്രൈം ടൈം ഷോ ഒന്നും ലഭിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്കൊക്കെയും ആ സമയമൊക്കെ നൽകി അവരെയും കൂടി കൈപിടിച്ചുയർത്താനുള്ള നീക്കം അത് വളരെ സന്തോഷകരം കൂടിയാണ്.